ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ കാലത്ത് തന്നെ എണീറ്റു. എന്നിട്ട് ഞാൻ ഒരു റാപ്പ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന്. അതിനുശേഷം കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്തു. ഒരു ചോറും കറികളൊക്കെയാണ്. അപ്പോൾ ഒരു പരിപ്പും കുമ്പളങ്ങിയിട്ട് കറിയും, പിന്നെന്താ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഒരു സിമ്പിൾ ലഞ്ചായിരുന്നു. അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ഞാൻ ടി വി കണ്ടിരുന്നു. ഹീരാമണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ്, അത് തീർന്നിട്ടില്ല. അപ്പോൾ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അച്ചാറുണ്ടായിട്ടോ, അച്ചാർ നല്ലതായിരുന്നു. ഡേറ്റ്സ് ലെമൺ പിക്കിളായിരുന്നു. അപ്പോൾ അത് ഹീരാമണ്ടി നല്ല സീരീസാണ്. ഫുൾ കണ്ടു തീർന്നിട്ടില്ല. ഇപ്പോൾ സോഫാർ നല്ലതാണ്. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടപ്പം ജ്യൂസ് കുടിച്ചു. അതിന് ശേഷം പിന്നെന്താ, ഇത് കോഫി നട്ട്സും കഴിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ബുർജ് ഖലീഫയുടെ ഒരു ടോപ്പ് വ്യൂവിൽ അതിൻ്റെ നൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്തു. അതിനുശേഷം നേരെ ദുബായ് മാളിലേക്ക് കയറി. ദുബായ് മാളിലേക്ക് പോണ വഴിക്കുള്ള ഒരു വ്യൂ ആണിത്. അത് നടന്ന് എൻട്രൻസ്, ദുബായ് മാൾ എൻട്രൻസ് എത്തി. അപ്പം അങ്ങോട്ടുള്ള ഒരു വ്യൂ ആണ് നേരത്തെ കണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ നടക്കുന്ന വഴി കുറേയൊക്കെ നമുക്ക് പുറത്തേക്ക് കാണാം. അതിനുശേഷം ഞങ്ങൾ ദുബായ് മാൾ എത്തി, ഉള്ളിലെത്തി. പിന്നെ ഞങ്ങൾക്ക് 10 മണിക്കായിരുന്നു കയറാനുള്ള ടൈം കിട്ടിയെന്ന്. അപ്പോൾ ഞങ്ങൾ 9:30 മോളെത്തി. അപ്പോൾ ജസ്റ്റ് മോളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അതിന് ശേഷം അങ്ങോട്ട് ബുർജ് ഖലീഫയ്ക്കുള്ള എൻട്രൻസ് ഉണ്ടല്ലോ, ടിക്കറ്റ് കാണിക്കുന്ന സ്ഥലത്തേക്ക് നേരെ കയറി. അതിനുശേഷം ടിക്കറ്റ് കാണിക്കാൻ പോവാണ്. ഞങ്ങളൊരു 9:45 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കയറി. ഇതാണ് അകത്ത് കാണുന്ന ഫസ്റ്റ് കയറുമ്പോൾ കാണുന്നത്. ഇതാണ് ഒരു വഴി. ഞാൻ മറ്റേ ഡേ ലൈറ്റിൽ പോയപ്പോൾ ഉള്ള വീഡിയോ കാണിച്ചു തന്നു, സെയിം തന്നെയാണ്. അപ്പോൾ ആ വഴി തന്നെ നമ്മുടെ അത് പണിതപ്പോഴുള്ള എല്ലാ കാര്യങ്ങളൊക്കെ 2003 ഇങ്ങനെ 2004 6 എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ നടന്ന് ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. ലിഫ്റ്റ് ഇത് 2007, ഇതൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങൾ നൈറ്റ് വ്യൂ കാണാൻ പോകുന്നുള്ളൂ. നൈറ്റ് എങ്ങനെ ഇരിക്കണമെന്ന് അറിയാലോ. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ മുകളിലോട്ട് പോയി. വേഗം തന്നെ എത്തി. അപ്പോൾ ഇതാണ് ബുർജ് ഖലീഫ ടോപ്പ് വ്യൂ നൈറ്റിലുള്ളത്. രാത്രിയിലും നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷേ തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ നേരം അവിടെ നിന്നു. അതിനുശേഷം പിന്നെ താഴോട്ടുള്ള ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വാട്ടർ ഫൗണ്ടനൊക്കെ താഴേക്ക് കാണാൻ നല്ല രസമാണ്. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അവിടെ കാറ്റായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പറക്കാണ് ഇതുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഫൗണ്ടൻ ഷോ തുടങ്ങി. മോളിൽ നിന്ന് കാണാൻ നല്ല രസമാണ് ഫൗണ്ടൻ ഷോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. ഇതാണ് ഫൗണ്ടൻ. നമ്മൾ താഴെ നിന്ന് കാണുന്ന ദുബായ് ഫൗണ്ടനല്ലേ, അത് അതിൻ്റെ ഒരു ഹാഫ് ആൻ അവറിൽ രാത്രി ഹാഫ് ആൻ അവറിൽ ഉണ്ടാകും. അപ്പോൾ അത് ഞങ്ങൾ ഒരു 11 മണിയുടെ ഫൗണ്ടൻ ഷോ കണ്ടു. അതിന് മുമ്പ് ഞങ്ങൾ 9:30 കയറി. അതിന് ശേഷം ഒരു 10:30 ഫൗണ്ടൻ ഷോ കണ്ടു. പിന്നെ 11 മണിയുടെയും ഫൗണ്ടൻ ഷോ, വാട്ടർ ഫൗണ്ടൻ ഷോ കാണാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്ത് ഇങ്ങനെ കോയിൻ ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ ബുർജ് ഖലീഫയുടെ ഒരു ഡിസൈൻസിലുള്ള കോയിൻ സൊവനിയറായിട്ട് നമുക്ക് വാങ്ങാം. പിന്നെ അവിടുത്തെ കഫേയിൽ നിന്ന് കുറച്ച് കോഫിയും മഫിൻസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഷോ ആണിത്,
ഫൗണ്ടൻ ഷോ അഗെയിൻ കാണുകയാണ്. അത് മറ്റേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വ്യൂ ഉണ്ട്, അവിടെ നിന്നാണ് ഈ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം വീഡിയോ എടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നീട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിൽ. രാത്രിയിൽ ലിഫ്റ്റ് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. ഡിസ്പ്ലേ കാണിക്കണതൊന്നും അവർ ചെയ്യണില്ല. നമ്മൾ താഴേക്ക് പെട്ടെന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്കുള്ള വഴിയിലൂടെ പോവാണ്. അപ്പോൾ വീണ്ടും ഇവിടെ ഇങ്ങനെ ബുർജ് ഖലീഫ ഉണ്ടാക്കിയ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലുള്ള പല പല സ്റ്റേജസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും നോക്കി അതൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ കണ്ട് പോവാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ചുറ്റും പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിനിയേച്ചർ രൂപത്തിൽ വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. അത്ര നമുക്ക് കാണാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ മോളിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു. KFC എന്നാണ് ഫുഡ് കഴിച്ചു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി നേരെ ഞങ്ങൾ ഒരു കഫേയിലേക്ക് പോയി. കഫേയിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് അവിടുത്തെ ഒരു സ്വീറ്റാണ്, ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്വീറ്റ്. പിന്നെ ഇതെന്താ ഷീഷയാണ്. ഷീഷ യൂസ് ചെയ്യേണ്ടത്, ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ TV ഒക്കെ ഉണ്ട്. നമുക്കൊരു ഫാമിലി റൂം തരും, അവിടെ നമുക്ക് ഇരിക്കാം. ഞാനൊരു കോക്ടെയിൽ പറഞ്ഞു, ബനാന മാംഗോ ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റി കോക്ടെയിലാണ്. ജ്യൂസ് തന്നെ, ഷേക്ക് പോലെ തന്നെ. പിന്നെ ജ്യൂസൊക്കെ കഴിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. രാത്രി കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഇനി ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.